എന്റെ മുഖത്തടിച്ചതുപോലെയാ സിദ്ധാർത്ഥ ഇറങ്ങിപ്പോയത്. ഇതാണോ കേണൽ സാർ മോനെ പഠിപ്പിച്ചിരിക്കുന്നത്? ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ചിട്ടുള്ളതായിരിക്കും തിരിച്ചുള്ള പെരുമാറ്റം. അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ. അതൊന്നും ചന്ദ്രമോളുടെ അച്ഛൻ അത്ര കാര്യമാക്കണ്ട. പ്രേമമിണ്ടരുത്. ചന്ദ്രയുടെ അച്ഛൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സിദ്ധുവിന്റെ സമ്മതം ചോദിക്കാതെ ആളെ വിളിച്ചുകൂട്ടി അവനും ചന്ദ്രയുമായിട്ടുള്ള കല്യാണം പ്രഖ്യാപിക്കുക. ഇപ്പൊ കല്യാണ തീയതി കുറിക്കുക. എല്ലാം അങ്ങനെ സ്വയം തീരുമാനിച്ചാലേ അവന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഇതിപ്പോ ഇങ്ങനെ വേർതിരിച്ച് നോക്കേണ്ട കാര്യം ഉണ്ടോ കേണൽ സാർ? നമ്മുടെ കുട്ടികളുടെ കല്യാണം അതാര് തീരുമാനിച്ചാലും അങ്ങോട്ട് നടന്നാ പോരെ? അതെ അതെ, അത് മതി. പ്രേമയോട് മിണ്ടരുതെന്നാ പറഞ്ഞ്. അച്ഛനൊന്ന് നിർബന്ധിച്ച സിദ്ധുട്ടെ സമ്മതിക്കും. പ്ലീസ് അച്ഛ, എനിക്ക് വേണ്ടി അച്ഛനൊന്ന് സംസാരിക്കണം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചന്ദ്രമോളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. സിദ്ധുവിന് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ ഒന്നിനും ഞാൻ അവനെ നിർബന്ധിക്കില്ല. ഓ, കേണൽ സാർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ കുറിപ്പിച്ച മുഹൂർത്തത്തില് എന്റെ മോളുടെ കഴുത്തിൽ സിദ്ധു താലി കെട്ടില്ലെന്നാണോ? അതെ, അച്ഛൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടും നടേശൻ സാറിന് മനസ്സിലായില്ല അല്ലേ? നമുക്ക് കാണാം. ഈ നടേശൻ സാറ് ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വിശ്രമിക്കൂ. അത് എന്റെ ഒരു ശീലമായി പോയി. മോളെ, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. എന്റെ മോൾക്കറിയാലോ നിന്റെ അച്ഛനെ. നീ ആഗ്രഹിക്കുന്നത് എന്തും നിന്റെ കാൽ ചോട്ടിൽ എത്തിച്ചിരിക്കും. പോട്ടെ മോളെ.